ഖത്തറിൽ അൽനാസറിൻ്റെ കളിയുടെ ഇത് കണ്ടതിന് ശേഷമേ അൽനാസറിൻ്റെ കളിക്ക് പോകാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ച് ടിക്കറ്റിനാണെങ്കിൽ കുറേ നോക്കി, ആകെ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അവസാനം ടിക്കറ്റും കിട്ടി. അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ച് ഞാനും എൻ്റെ ഇക്കാക്കയും ഇക്കാൻ്റെ ചങ്ങായ മൻസൂറിക്കും അലിയും പിന്നെ അങ്ങനെ നമ്മൾ ഒരു 10 പേരുണ്ടായിരുന്നു. നമ്മളങ്ങനെ കാറിലെല്ലാം പോയി അവിടെ എത്തി. അങ്ങനെ ഗ്രൗണ്ടിലെത്തി, ഗ്രൗണ്ടൊക്കെ കണ്ട് പുറത്തുനിന്ന് കണ്ട സ്റ്റേഡിയം. അങ്ങനെ നമ്മൾ അവസാനം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. അവിടെ നോക്കുമ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയും വരുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ നമ്മൾ നമ്മൾ 3ാമത്തെ ഗേറ്റിൽ കയറി നോക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് 18ാമത്തെ ഗേറ്റിലാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് ഒരേ ഓട്ടായിരുന്നു. അവസാനം നമ്മൾ ഗേറ്റിൽ കയറി ഉള്ളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് കളി തുടങ്ങിയില്ല. ആദ്യം തന്നെ നോക്കിയത് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. നമ്മൾ കുറേ നോക്കി, അവസാനം കണ്ട് വെള്ള ജേഴ്സിയിലായിരുന്നു ആശാനുണ്ടായത്. അങ്ങനെ നമ്മൾ സീറ്റ് കണ്ടെത്തി, സീറ്റിലിരുന്നു. അങ്ങനെ ഹാഫ് ടൈമിന് ശേഷം പേര് അവിടെ ഇരുന്നു. അതിനുശേഷം ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ നേരെ എതിർ സൈഡ് വരും, അവിടെ അൽനാസറിൻ്റെ ഫാൻസ് ഇരിക്കുന്ന സ്ഥലം. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഗ്രൗണ്ടൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ സ്റ്റേഡിയം അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോനെയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കളി സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ പാടെ അൽനാസറിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഗോള് ഖത്തറിൻ്റെ മണ്ണിൽ കയറുന്നു. നല്ലൊരു ഹെഡ് ഗോൾ തന്നെയായിരുന്നു. അങ്ങനെ ആ ഗോളാണെങ്കിൽ നമുക്കാണെങ്കിൽ അതിലും വലിയ ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ സെലിബ്രേഷൻ നേരെ നമ്മുടെ കോർണറിൽ വന്നിട്ട് തന്നെയാണ് ക്രിസ്ത്യാനോ ചെയ്തത്. ഒരു നല്ലൊരു മൂമെൻ്റ് തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ട് റിയലായിട്ട് അടുത്തുനിന്ന് കാണുന്നത് ആ സെലിബ്രേഷൻ. അങ്ങനെ അതൊക്കെ കണ്ട് നല്ലോണം ആഘോഷിച്ച് തിമിർത്താടി തന്നെ ഇത് ഗാലറിയിലിരുന്ന് നല്ല ആവേശം ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഫാൻസിൻ്റെ ഭാഗത്തായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ 1 ടച്ച് കളിച്ചിട്ട് 2ാമത്തെ ഗോൾ വന്നത്. നല്ല ഗോളിങ്ങും കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഗോൾ അടിച്ചത്. അങ്ങനെ അതും ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അതിന് നല്ല എല്ലാവരും ആടി തിമിർത്താടി തന്നെ പറയാം. അങ്ങനെ ഇപ്പോൾ 2-0 എന്ന നിലയിലാണ് ഗോൾ സ്കോർ ഉള്ളത്. അൽ ഖറാഫിയും അൽനാസറും കളി നമ്മളെല്ലാവരും നല്ലോണം ആഘോഷിച്ചിരുന്ന് കളിയൊക്കെ കണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാട് അടുത്ത ഗോളും കൂടി ക്രിസ്ത്യാനോൻ്റെ വന്നു. അത് ക്രിസ്ത്യാനോൻ്റെ 2ാമത്തെ ഗോള്, അൽനാസറിൻ്റെ പോയിന്റിൽ 3ാമത്തെ ഗോള്. നല്ല 1 ടച്ച് പോലെ തന്നെ കളിച്ചിട്ടാണ് ഗോൾ അടിച്ചത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കോർണറിൽ വന്നിട്ടല്ല സെലിബ്രേറ്റ് ചെയ്തത്. എന്നാലും സെലിബ്രേഷൻ ഫസ്റ്റത്തെ ഗോളിൽ നമ്മൾ കണ്ടുവരി ഇതെന്തായാലും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ലോണം നമ്മൾ എല്ലാവരും ഒന്നാമത് ഫാൻസിൻ്റെ അടുക്ക് തന്നെ ആയിക്കോട്ടെ പറയാനില്ല, നല്ലോണം അടിച്ചു പൊളിച്ച് എല്ലാവരും ഒന്നും പറയാനില്ല, നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ. അങ്ങനെ കളിയൊക്കെ കണ്ട് ലാസ്റ്റ് കളി കഴിയാനായാലും 3 സ്കോറിലായിരുന്നു ഉണ്ടായത്. അത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാൻ തന്നെ ഇടുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കളി കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അതിനിടയ്ക്ക് നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഥിയും കൂടി ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷത്തോടെ കളിയും കണ്ട് പിരിഞ്ഞ് നമ്മളെല്ലാവരും.